29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി മാനവീയം വീതിയിലെ കലാപരിപാടികൾക്കും തുടക്കമായി ജെആർ ദിവ്യ ആൻഡ് ദി ബാൻഡ് നേതൃത്വം നൽകിയ സംഗീത പരിപാടി ആസ്വദിക്കാൻ വൻ ജനക്കൂട്ടമാണ് മാനവീയത്തിലേക്ക് ഒഴുകിയെത്തിയത്. ചലച്ചിത്രമേളയുടെ ലഹരിക്കൊപ്പം ചലച്ചിത്രമേളയോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്കുമാണ് തുടക്കമായിരിക്കുന്നത്. കലാപരിപാടി ഒരുക്കിയത് സാംസ്കാരിക ഇടനാഴിയായ മാനവീയം വീഥിയിൽ കൂടിയായതോടെ പരിപാടി ആസ്വദിക്കാൻ വൻ ജനക്കൂട്ടമാണ് മാനവീയത്തിലേക്ക് ഒഴുകിയെത്തിയത്. ജെആർ ദിവ്യ ആൻഡ് ദി ബാൻഡിന്റെ നേതൃത്വത്തിലാണ് സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. 19 വരെ ദിവസവും വൈകിട്ട് മാനവീയം വീഥിയിൽ കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ശ്രദ്ധ നേടി മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ എല്ലാ ചിത്രങ്ങൾക്കും മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരിൽ നിന്നുണ്ടായത്. ഒരു മലയാള സിനിമ ഉൾപ്പെടെ 7 മത്സര വിഭാഗത്തിൽ കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ചു. അസ്ലി ഒസാസ്ലൻ സംവിധാനം ചെയ്ത എൽബോ, ഫർഷാദ് ഹഷമിയുടെ മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സ്, മറിയാന വൈൻസ്റ്റൈന്റെ ലിൻഡ, അഭിജിത്ത് മസുംദറിന്റെ ബോഡി, ദ ഹൈപ്പർബോറീൻസ്, മലയാള സിനിമയായ ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം തുടങ്ങി 7 ചിത്രങ്ങളാണ് രണ്ടാം ദിനം മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചത്. അതിൽ ജർമ്മൻ സിനിമയായ മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് 26 അതേഴ്സിനും ചിലെ സിനിമയായ ഹൈപ്പർബോറീൻസിനും മികച്ച പ്രതികരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് ഉണ്ടായത്. സ്ത്രീപക്ഷ നിലപാട് വീണ്ടും ഉയർത്തിക്കാട്ടിയുള്ളതായിരുന്നു ജർമ്മൻ സിനിമ. ഹൈപ്പർബോറിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ വിഷ്വൽ സ്റ്റൈൽ ഭയങ്കര യൂണീക്കാണ്. ആനിമെട്രോണിക്സും പ്രാക്ടിക്കലായിട്ടുള്ള എഫക്ട്സ് വെച്ചിട്ടാണ് ഫുൾ മൂവി ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സൂപ്പർ, വൺ ഓഫ് ദ ബെസ്റ്റ് which I watched. മീ മറിയം ആൻഡ് 26 കോമ്പറ്റീഷൻ പടമാണ്, വേൾഡ് പ്രീമിയർ ആണ്. ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ ഇതുവരെ കണ്ടതിൽ, ഞങ്ങളുടെ 3 ഗ്യാങ് ഇതുവരെ കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. മേളയിൽ മത്സര വിഭാഗത്തിലെത്തിയ ആദ്യ മലയാള സിനിമയ്ക്കും മികച്ച അഭിപ്രായം തന്നെ. മത്സര വിഭാഗങ്ങളിലെ ചിത്രങ്ങൾ കാണാൻ മാത്രമായി എത്തിയവരുമുണ്ട് മേളയിൽ. അതെ നന്നായിരുന്നു. കുറച്ചൊക്കെ സെലക്റ്റീവായിട്ട് നോക്കും, പിന്നെ കാണാൻ കിട്ടുന്നത് പോലെ കാണും. 3 തിയേറ്ററുകളിലായി പ്രദർശിപ്പിച്ച എല്ലാ മത്സര വിഭാഗം ചിത്രങ്ങൾക്കും വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.